പോയിരിക്കാനാണ് പറഞ്ഞത്. ഭയവും ഭീരുത്വനുള്ള എല്ലാം എന്ത് ചെയ്യണം? വീട്ടിൽ പോയിരുന്നോട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ജയിക്കാൻ പറ്റുന്നൊരു 300 എണ്ണം വേണം. 32,000 പേരോട് പറഞ്ഞു വീട്ടിൽ പോടാന്ന് പറഞ്ഞു. 10,000 പറഞ്ഞു, 11,000 വന്നപ്പോൾ പറഞ്ഞു വീട്ടിൽ പോടാന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു ജയിക്കാൻ പറ്റിയ 300 വേണം. ഒരു 300 എണ്ണത്തിന് ഇവിടെ നിന്ന് റിക്രൂട്ട് ചെയ്യാൻ പോവുക. എത്ര പേരുണ്ട്? അതിൻ്റെ ഞാനുണ്ടെന്ന് പറയാം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ, ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ. ആമേൻ. ഈ കൈ പൊക്കിയവരോട് ഞാൻ സത്യം പറയാൻ, ദൈവമക്കളെ, നിങ്ങൾ കൈ പൊക്കിയെന്ന് വിചാരിച്ച് ഇനി എന്താവുന്നൊന്നും പേടിക്കൊന്നും വേണ്ട. ഒന്നും ആകാൻ പോകുന്നില്ല. ചെയ്യാൻ പോകുന്നത് പറഞ്ഞുതരാം. പ്രൈസ് ഗോഡ്. ഈ 300 എണ്ണം ദൈവത്തിന് സ്തോത്രം ഹാലിലെ കയ്യും പൊക്കി ഇറങ്ങി ചെന്നിട്ട് അമ്മൻ കടൽക്കരയിലെ മണൽത്തരി പോലെ അസംഖ്യമായി എണ്ണമില്ലാതെ പരന്നു കിടക്കുന്ന മിദ്യാന്യ സൈന്യത്തിൻ്റെ മുമ്പിൽ ഇവർ ഒരു കൊച്ചു പിച്ചാത്തി പോലും എടുക്കേണ്ടി വന്നില്ല. യഹോവയാ ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തു. ധൈര്യത്തോടെ നിൽക്ക്, ധൈര്യത്തോടെ നിൽക്ക്, ധൈര്യത്തോടെ നിൽക്ക്. നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവൻ ദൈവമാണ്. ബലവാൻ യുദ്ധവീരനുമായ യഹോവ തന്നെ. പ്രൈസ് ഗോഡ്. ഈ കാര്യം മനസ്സിലായവരും വേദോസം അറിയാവുന്നവരെ കൈയടിച്ചത്. പക്ഷേ ചിലർക്ക് മനസ്സിലായില്ല. ഞാൻ പറയാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഗിദെയോൻ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ, ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ, ഒരു ദിവസം ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ, തനിക്ക് അല്പം ആമേൻ ദൈവത്തിന് സ്തോത്രം ഗോതമ്പുള്ളത് ആമേൻ ശത്രു കൊണ്ടുപോകാതെ ദൈവത്തിന് സ്തോത്രം മെതിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാം അധ്യായം അല്ലേ? എടുത്ത് വായിച്ചേ. 6-ാം അധ്യായം 11. അനന്തരം യഹോവയുടെ ഒരു ദൂതൻ വന്ന് ഒഫ്രയിൽ അബിയേസ്രിയനായ യോവാസിന്റെ കരുവേലകത്തിന് കീഴെ ഇരുന്നു. അവന്റെ മകനായ ഗിദെയോൻ കോതമ്പ് മിദ്യാന്യരുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിനരികെ വെച്ച് മെതിക്കുകയായിരുന്നു. കോതമ്പ് വല്ലവനും കൊണ്ടുപോകാതിരിക്കാൻ, കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത് വല്ലവരും കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി കൊയ്തെടുത്ത് മുന്തിരിച്ചക്കിൻ്റെ അരികെ വെച്ച് മെതിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് കാരണം എന്നറിയാം? മുന്തിരിച്ചക്ക് സ്ഥാപിക്കുന്നത് അക്കാലത്ത് ഇസ്രായേലിൽ മുന്തിരിച്ചക്ക് സ്ഥാപിക്കുന്നത് ഏറ്റവും ഉയർന്ന സ്ഥലത്താണ്. അവൻ അവിടെ നിന്നുകൊണ്ട് മെതിച്ചാൽ 2 ഗുണമുണ്ട്. ശത്രു വരുന്നത് കാണാം. ശത്രു വരുന്നത് കണ്ടാൽ ഇത് വാരിക്കൊണ്ട് ഓടുകയും ചെയ്യാം. പ്രൈസ് ഗോഡ്. ഇന്ന് പകല് ശത്രു വരുന്നത് കണ്ട് വാരിക്കൊണ്ട് ഓടാനല്ല നമ്മളിവിടെ നിൽക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ശത്രു വരട്ടെ, ശത്രു വരട്ടെ. നിന്റേത് വാരിക്കൊണ്ട് ഓടാനല്ല നിൽക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. എടാ, ശത്രു വരുന്നത് കാണുമ്പം ഹൃദയം വിചാരിച്ചത് ദൈവത്തിന് സ്തോത്രം ഹാലില്ല ഇത് വാരിക്കൊണ്ട് ഓടാനാണ്. ഇന്ന് പകൽ ഞാൻ ചോദിക്കട്ടെ, ഇത് വാരിക്കൊണ്ട് ഓടത്തില്ല. ശത്രു വന്നാൽ അവനെ ഒരു കൈ കൊണ്ട് ഞാൻ കൈകാര്യം ചെയ്യും, മറ്റേ കൈ കൊണ്ട് ഇത് എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എത്ര പേർക്ക് വിശ്വാസമുണ്ട്? നിന്റെ രാജ്യം, നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ ബിസിനസ്സിൽ, നിന്റെ ജോലിയിൽ, നിന്റെ തലമുറയിൽ, നിന്റെ എല്ലാ അനുഭവങ്ങളിലും ചിലത് തട്ടിയെടുക്കാൻ പിശാച് വന്നാൽ ഭയപ്പെടല്ലേ. അല്ലെങ്കിൽ തിരിയുന്നില്ല. അതുകൊണ്ട് കൊട്ട് പ്രസംഗത്തിലടിക്കാൻ നമുക്ക് വേണ്ട കൊട്ട് പാടുമ്പോൾ മതി. ഇപ്പം തൽക്കാലം അടുത്ത ആഴ്ച. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ശത്രു ആമേൻ നിന്റെ അടുക്കൽ വരുന്നത് നീ കൊയ്തുണ്ടാക്കിയത്, നീ നട്ടുണ്ടാക്കിയത്, നീ നനച്ചുണ്ടാക്കിയത്, നീ വളമിട്ടത് വീട്ടിൽ കൊണ്ടുപോകാനാണെങ്കിൽ എത്ര പ്രയാസം സാധിക്കും? നിനക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. വ്യക്തമായി ദൈവാത്മാവ് സംസാരിക്കുന്നു. ശത്രു കൊണ്ടുപോകത്തില്ല. ഇത് കൊണ്ടുപോകുമെന്ന് നീ വിചാരിക്കുന്നു. ദൈവാത്മാവ് സംസാരിക്കുന്നു, കൊണ്ടുപോകത്തില്ല. ആമേൻ. ഹല്ലേലൂയ. കൊണ്ടുപോകത്തില്ല എന്ന് ഞാൻ പറയുന്നു. മനസ്സിലായി? ഒരു കരമുയർത്തിയാട്ട്. എന്തോ മനസ്സിലായി? കൊണ്ടുപോകത്തില്ലെന്ന്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഇനി ഞാൻ ചോദിക്കട്ടെ, കൊണ്ടുപോകും അതെത്ര പേർക്ക് മനസ്സിലായി? കൊണ്ടുപോകും അത് മനസ്സിലാക്കണം, എന്നാലേ രക്ഷയുള്ളൂ. കൊണ്ടുപോകത്തില്ല ആര്? ശത്രു കൊണ്ടുപോകത്തില്ല. കൊണ്ടുപോകും ആര്? ഞാൻ കൊണ്ടുപോകും. ഇന്ന് പകൽ നിന്റെ കയ്യിലുള്ളത് നശിപ്പിക്കാനും നിന്റെ കയ്യിലുള്ളതിനെ തകർക്കാനും നോക്കുന്ന പൈശാചിക ശക്തികളുടെ മേൽ അധികാരം പ്രാപിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കും. ആമേൻ.
എനിക്ക് 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 ദൈവവചനം വായിക്കുമ്പോൾ ഭയങ്കര ആശ്വാസവും സന്തോഷം വരുന്ന ഒത്തിരി ഭാഗങ്ങളുണ്ട്. അതിലൊരു ഭാഗം ഞാൻ പറയാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എത്ര പേരുണ്ടായിരുന്നു യേശുവിൻ്റെ പ്രസംഗം കേൾക്കാൻ കൂടിയവരുടെ എണ്ണം? പുരുഷന്മാർ മാത്രം 5000. പ്രൈസ് ഗോഡ്. പുരുഷന്മാർ മാത്രം 5000. പെണ്ണുങ്ങളുടെ കൂട്ടിയിട്ടില്ല, സഹോദരിമാരുടെ കൂട്ടിയിട്ടില്ല, പിള്ളേരുടെയും കൂട്ടിയിട്ടില്ല. സഹോദരിമാർ അത്രയും തന്നെ എന്ന് വിചാരിച്ചു, പിള്ളേർ അതിൻ്റെ ഇരട്ടിയെന്നും വിചാരിച്ചു. പ്രൈസ് ഗോഡ്. ഇന്നത്തെ കണക്കനുസരിച്ച് ഒരപ്പനമ്മയ്ക്ക് 2 മക്കൾ, അന്ന് 10 12 ഉണ്ടെങ്കിൽ 2 എടുക്കുന്നുള്ളൂ. അപ്പം പിള്ളേർ അത്രയും തന്നെ, മക്കൾ ഇരട്ടി. അപ്പം 5000 പുരുഷന്മാർക്ക്, 5000 സഹോദരിമാർ, 10000 പിള്ളേർ, മൊത്തത്തിലായി 20000. പ്രൈസ് ഗോഡ്. 20000-നെ തീറ്റുന്ന കാര്യമാണ് ശിഷ്യന്മാർ വന്ന് ചോദിക്കുന്നത്. പ്രൈസ് ഗോഡ്. വെറുതെ ചോദിക്കുകയല്ല, അങ്കലാപ്പുകൊണ്ട് ചോദിക്കുക, ഭയം കൊണ്ട് ചോദിക്കുക, ഭാരം കൊണ്ട് ചോദിക്കുകയാണ്. പക്ഷെ കർത്താവിന് പറയാനുള്ളതെന്നറിയാമോ? എടാ കൊച്ചന്മാരെ, നിൻ്റെ കയ്യിൽ എന്തുണ്ട്? ഇവിടെ ഒരു ബാലകനുണ്ട്, അവൻ്റെ കയ്യിൽ 2 അപ്പവും 5 മീനും ഉണ്ട്. ഇതുകൊണ്ട് തികയത്തില്ലെന്നൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷേ ഞങ്ങൾക്ക് ഒരു കാര്യം കൂടെ അറിയാം, 2 അപ്പമേ ഉള്ളതെന്നറിയാം. പ്രൈസ് ഗോഡ്. 5 അപ്പമേ ഉള്ളതെന്നറിയാം, 2 അപ്പമോ 2 മീനും ഉള്ളതെന്നറിയാം. ഇത് തികയത്തില്ലെന്ന് അറിയാം. എന്നാൽ ഇത് കൂടാതെ ഒരു കാര്യം കൂടെ അറിയാമോ? ഇത് മതി നിൻ്റെ കയ്യിൽ കിട്ടിയാൽ. ഇത് മതി യേശുവിൻ്റെ കയ്യിൽ കിട്ടിയാൽ. ഇത് മതി യേശുവിൻ്റെ കയ്യിൽ കിട്ടിയാൽ. ഇന്ന് പകൽക്കാലം നിൻ്റെ കയ്യിലുള്ളത് മതി. ആമേൻ. ഈ ദൈവപ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ ആകാശത്തിലെ കിളിവാതിൽ അങ്ങോട്ട് തുറന്നിട്ട് ഈ ആലിപ്പഴം വീഴുന്ന പോലെ അപ്പം വീഴുമെന്ന് വിചാരിച്ചു. പ്രൈസ് ഗോഡ്. ആകാശത്തിലെ കിളിവാതിൽ തുറന്നിട്ട് ആലിപ്പഴം വീഴുന്ന പോലെ മീനും വീഴുകയെന്ന് വിചാരിച്ചു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഒരു കാര്യം അറിയാൻ പറ്റും. എന്തറിയാൻ പറ്റുമെന്ന് അറിയാമോ? അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ശരിയാ, അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അത് കിട്ടിയാൽ ഞാൻ രക്ഷപ്പെടും. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് എന്തെന്നറിയാമോ? ഹല്ലേലൂയ. കയ്യിലുള്ളതിന് മതിപ്പ് കാണത്തില്ല. കർത്താവിനെന്നറിയാമോ? ഞാനിപ്പം മേളിൽ തുറക്കാൻ പോകുന്നില്ല, താഴ്ത്ത തുറക്കാൻ പോകുന്നത്. നിൻ്റെ കയ്യിലുള്ളതാണ് തുറക്കാൻ പോകുന്നത്. നിൻ്റെ വീട്ടിലുള്ളതാണ് തുറക്കാൻ പോകുന്നത്. നിൻ്റെ സ്വാധീനത്തിലുള്ളതാണ് തുറക്കാൻ പോകുന്നത്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ഹല്ലേലൂയ. അത് തന്നെ എലീശ വിധവയോടും ചോദിച്ചു, നിൻ്റെ വീട്ടിൽ എണ്ണ ഉണ്ടെന്ന് ചോദിച്ചു. ഒരു ഭരണി എണ്ണ മാത്രമല്ലാതെ വേറൊന്നും ഇല്ല. മതിയെന്ന്. ഹല്ലേലൂയ. മതി. ഹല്ലേലൂയ. ദൈവത്തെ സ്തോത്രം. ഈ തിരുവല്ല എന്ന് അങ്ങോട്ട് ചെല്ലുമ്പം ദൈവത്തെ സ്തോത്രം, എനിക്ക് ഒരു എക്സാക്റ്റ് സ്ഥലം ഞാൻ മറന്നുപോയി. അതെ, കോട്ടയത്ത് അങ്ങോട്ട് ചെല്ലുമ്പം ഒരുത്തനുണ്ടായിരുന്നു. അവരുടെ പേര് കുഞ്ഞാപ്പി എന്ന് പറ്റാന്ന് തോന്നുന്നു. പ്രൈസ് ഗോഡ്. ഒരു കഞ്ഞിക്കും വകയില്ല, ഉടുക്കാനും വകയില്ല, വീടിനും വകയില്ല, ഒന്നുമില്ലാതെ നടക്കുക. പ്രൈസ് ഗോഡ്. അവൻ ആകപ്പാടെ ഉള്ളത് ദൈവത്തെ സ്തോത്രം, അവൻ്റെ അപ്പൻ അവന് അവകാശമായി എഴുതി കൊടുത്ത ദൈവത്തെ സ്തോത്രം 2 സ്ഥലം ഉണ്ടായിരുന്നു അപ്പന്. ഒന്നൊരു പാടം, 2 ഒരു കര. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പാടത്ത് നല്ല ഒന്നാന്തരം നെല്ല് വിളയും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കരയിൽ പുല്ല് പോലും ഉണ്ടാകത്തില്ല. മനസ്സിലായോ? പാടത്ത് ഒന്നാന്തരം നെല്ല് വിളയും, കരയിൽ പുല്ല് പോലും ഉണ്ടാകത്തില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. വീതം വച്ചപ്പം 2 സഹോദരന്മാരിൽ ഒരുത്തൻ വില്ലനായിരുന്നു. അവൻ അപ്പനോട് എന്നാ പറഞ്ഞറിയാമോ? അപ്പോൾ എനിക്ക് ആ വെള്ളക്കുഴി തന്നേച്ചാൽ മതി. ചിലരുടെ കടവ് ആലോചിച്ച് നോക്കണേ. എനിക്ക് ആ വെള്ളക്കുഴി തന്നേച്ചാൽ മതി. അപ്പം ചോർത്തു, ഏതായാലും നല്ലത് മറ്റവനിരിക്കട്ടെ. ഇവൻ വെള്ളക്കുഴിയല്ലേ ചോദിച്ചത്. അവന് വെള്ളക്കുഴി കൊടുത്തു. വെള്ളക്കുഴി എഴുതി കൊടുത്ത് 5-6 മാസം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് വെള്ളക്കുഴി നിന്നിട്ട് വേണ്ട കൊയ്ത് കയറ്റുന്നു, കറ്റ ചുമന്ന് കയറ്റുന്നു. അപ്പം മറ്റവൻ വിചാരിക്കുക, എൻ്റെ തമ്പുരാനെ. അപ്പം മരിച്ചും പോയി, മണ്ടത്തരം പറ്റിയും പോയി. ഹല്ലേലൂയ. കുറച്ചങ്ങോട്ട് കഴിഞ്ഞു. ഞാൻ ആ വീട്ടിൽ പോയിട്ടുണ്ട്. അന്ന് എൻ്റെ കൂടെ വന്ന്, ഞാനിത് പറയുമ്പം എൻ്റെ കൂടെ വന്ന് ആരാന്ന് ഓർക്കുന്നില്ല, ഇവിടെ ഇരിപ്പണ്ടി വന്ന് കൈവയ്ക്കാൻ കൊള്ളാം. പ്രൈസ് ഗോഡ്. ഞങ്ങൾ ആ വീട്ടിൽ ചെന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. വീടെന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ വിചാരിക്കും അവൻ്റെ വീട് എത്ര മുറിയാണ്. ഈ പറഞ്ഞവൻ്റെ വീട്ടിൽ എത്ര മുറിയാണ്? ഏത്? നെല്ലുകാരൻ്റെ അല്ല, ഈ പുല്ല് പോലും കിളിക്കാത്തവൻ്റെ വീട്ടിൽ നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്ന ഒരു കൊച്ചു കുടില. പ്രൈസ് ഗോഡ്. ഞങ്ങൾ കാറ് കൊണ്ടുപോയി നിർത്തിയിട്ട് കണ്ട കാര്യം എന്നാണെന്നറിയാമോ? അവൻ്റെ വരാന്തയുണ്ട് 1000 സ്ക്വയർ ഫീറ്റ്. ബാക്കി നിങ്ങൾ പറയുന്നില്ല. അന്ന് ആ വീട്ടിൽ കയറി ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ പറഞ്ഞ സാക്ഷ്യമാണ് ഞാനീ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് ഒരു പുല്ല് പോലും കിളുക്കാത്ത ദൈവത്തിന് സ്തോത്രം. ഈ സ്ഥലം കിട്ടിയപ്പം മനപ്രയാസം തോന്നി. ഒത്തിരി കരഞ്ഞ രാത്രികളുണ്ട്. എന്നെ പറ്റിച്ചല്ലോ എന്ന് ഓർത്ത കാര്യങ്ങളുണ്ട്. എന്നാൽ 6 മാസം മുമ്പ് ഒരു സത്യം മനസ്സിലായി. എനിക്ക് കിട്ടിയ സ്ഥലം മുഴുവൻ നല്ല പവന്മാർക്ക് മണൽ കിടക്കുകയാണ്. ഇതങ്ങോട്ട് കുഴിച്ചെടുക്കാൻ തുടങ്ങിയപ്പോൾ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അന്ന് ഇത്രയും കണ്ടീഷനൊന്നുമില്ല. ഓരോ ലോഡും കയറുമ്പം കെട്ടുകണക്കിന് നോട്ടാണ് ഇങ്ങോട്ട് കയറുന്നത്. കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ആ ദേശത്തുള്ളതിലേക്ക്
വലിയൊരു വീട് അവിടെ പണി തീർത്തു. അതിൻ്റെ ഹൗസ് വാമിങ്ങിൻ്റെ അന്നായിരുന്നു ഞങ്ങളവിടെ ചെന്നത്. അലക്സിൻ്റെ ഉണ്ടായിരുന്നു. കോട്ടയത്തിനടുത്ത് നമുക്കൊരു വീട്ടിൽ, കോട്ടയത്തിൻ്റെ ഒരു വീട് മണലിൻ്റെ ഓർക്കുന്നില്ലേ? ഒരു പ്രൈസ് ഗോഡ്. എനിക്ക് അലക്സുണ്ടെന്ന് വെച്ചാൽ അലക്സല്ലേ കൂടെ എപ്പോഴും എൻ്റെ കൂടെ വരാറുണ്ട്. അതുകൊണ്ടാണ് പ്രൈസ് ഗോഡ്. ഞാൻ പറയട്ടെ ദൈവമക്കളെ, ഹല്ലേലൂയ. ഞങ്ങൾ ചെന്നപ്പോൾ കണ്ട കാഴ്ചയാണ് പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. നിനക്ക് പുല്ലുപോലും മുളയ്ക്കാത്തതാണ് വന്നതെങ്കിലും വിചാരിക്കല്ലേ, അളവ് നൂൽ എനിക്ക് മനോഹര ദേശത്ത് തന്നെയാണ് വീണിരിക്കുന്നത്. നിൻ്റെ അളവ് നൂൽ മനോഹര ദേശത്ത് തന്നെയാണ് വീണിരിക്കുന്നത്. നിന്നെ ഉന്നതനാക്കാൻ, നിന്നെ ഉയർത്താൻ കഴിവുള്ളവൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്ക്. അവൻ വർദ്ധിപ്പിക്കും. ആമേൻ. പ്രൈസ് ഗോഡ്. നടന്ന കാര്യമാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് ഒരു ഗുണവുമില്ല എന്ന് തോന്നുന്ന സ്ഥാനത്ത് നിന്ന് തന്നെ എൻ്റെ ദൈവം മുളപ്പിക്കാൻ പോകുകയാണ്. ഇന്നൊരു പ്രയോജനവുമില്ലെന്ന് തോന്നിയ സ്ഥാനത്ത് നിന്ന് തന്നെ എൻ്റെ ദൈവം പ്രവർത്തിക്കാൻ പോകുകയാണ്. 2 അപ്പവും 5 മീനും എന്തുള്ളൂ? 5 അപ്പവും 2 മീനും എന്തുള്ളൂ? ഹല്ലേലൂയ. 5 അപ്പവും 2 മീനും എനിക്കും നിനക്കും ഒന്നിനുമില്ല. ഒരുത്തം തിന്നാൽ തീരും. പിന്നെ അപ്പം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പറയും ഇല്ലെന്ന് പറയേണ്ടി വരും, അല്ലേ? ചില വീട്ടിൽ ഉണ്ട്, ചില പാർട്ടികൾ വന്ന് കയറും. പ്രൈസ് കോഡ്. ആകപ്പാടെ 2 ദോശയ്ക്കുള്ള മാവേ ഉള്ളൂ. ഇത് 2 എണ്ണം കൊടുത്തിട്ട് പുള്ളി ചോദിക്കുന്നു ഒരെണ്ണം കൂടെ കാണുമോ എന്ന്. ചില പാർട്ടികളുണ്ട്, പരിജ്ഞാനമില്ലാത്തത്. നിങ്ങൾ കാണും എന്തോ കാണാനോ ഒന്നും കാണാനില്ല. പ്രൈസ്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ദൈവകൃപ നിൻ്റെ വീട്ടിൽ വ്യാപരിച്ചാൽ നീ അങ്ങ് പറഞ്ഞേരെ കാണുമെന്ന് പറഞ്ഞേരെ. തൻ്റെ വയറ് നിറച്ച് തരാനുണ്ടെന്ന് പറഞ്ഞേരെ. ചെന്ന് നോക്കുമ്പോൾ കാണും, കലത്തിൽ കാണും. ഇന്ന് പകൽക്കാലം ഏലിയാവിൻ്റെ ദൈവം ജീവിക്കുന്നു. വാക്ക് പറഞ്ഞത് പാലിക്കാൻ കഴിവുള്ള ദൈവം ജീവിക്കുന്നു. ഉദരാജപരാധനമാലകടേ സന്ദർഭൗടേ രാബാരി ഭാഷ 5 അപ്പവും 2 മീനും യേശുവിക്ക് പോതുമയ്യാ. കോടി ജനം കൂടിനാലും കുറവില്ലവൾ കൊടുപ്പാരയ്യാ. 5 അപ്പവും 2 മീനും യേശുവിക്ക് പോതുമയ്യാ. കോടി ജനം കൂടിനാലും കുറവില്ലവൾ കൊടുപ്പാരയ്യാ. നമ്മി വന്നാൽ നന്മയുണ്ട്, നന്മ ചെയ്യുന്ന യേശുവുണ്ട്. നമ്മി വന്നാൽ നന്മയുണ്ട്, നന്മ ചെയ്യുന്ന യേശുവുണ്ട്. ആമേൻ. യേശു നല്ലവരേ, നമുക്ക് ബോധമാനവരേ. ഓ യേശു നല്ലവരേ, നമുക്ക് ബോധമാനവരേ. അത്ഭുതം ചെയ്തവരെ, അതിശയമാനവരെ, ആലോചനയ്ക്കർത്ത പെരിയവരെ. അത്ഭുതം ചെയ്തവരെ, അതിശയമാനവരെ, ആലോചനയ്ക്കർത്ത പെരിയവരെ. അതുകൊണ്ട് തുമ്പം വരും വേളയിലെ തേടി വന്ന് തേറ്റിടുവാ. ദുഃഖം നമ്മെ വാട്ടും പോത് പക്കം വന്ന് ആറ്റിടുവാ. തുമ്പം വരും വേളയിലെ തേടി വന്ന് തേറ്റിടുവാ. ദുഃഖം നമ്മെ വാട്ടും പോത് പക്കം വന്ന് ആറ്റിടുവാ. ജീവനുള്ള ദേവനുക്ക് ജീവനാഗങ്ങൾ പാടുങ്ങൾ. ജീവനുള്ള ദേവനുക്ക് ജീവനാഗങ്ങൾ പാടുങ്ങൾ. യേശു നല്ലവരേ, നമുക്ക് ബോധമാനവരേ. ഓ യേശു നല്ലവരേ, നമുക്ക് ബോധമാനവരേ. 5 അപ്പവും 2 മീനും യേശുവിക്ക് പോതുമയ്യാ. കോടി ജനം കൂടിനാലും കുറവില്ലവൾ കൊടുപ്പാറയാ. 5 അപ്പവും 2 മീനും യേശുവിക്ക് പോതുമയ്യാ. കോടി ജനം കൂടിനാലും കുറവില്ലവൾ കൊടുപ്പാറയാ. നന്ദി വന്നാൽ നന്മയുണ്ട്,
ആമേൻ. യേശു നല്ലവരേ, നമുക്ക് പോരുവാനവരേ. ഓ യേശു നല്ലവരേ, യേശു നല്ലവൻ, നമുക്ക് യേശു നല്ലവൻ. പോരുവാനവരേ. അത്ഭുതം ചെയ്തവരെ, അതിശയമാനവരെ, ആലോചനയ്ക്കത്ത പെരിയവരെ. അത്ഭുതം ചെയ്തവരെ, അതിശയമാനവരെ, ആലോചനയ്ക്കത്ത പെരിയവരെ. യേശു നല്ലവരെ, നമുക്ക് പോരുവാനവരെ. എത്ര പേർക്ക് യേശു നല്ലവൻ? എത്ര പേർക്ക് യേശു മതിയായവൻ? അങ്ങനെയാണെങ്കിൽ ഇന്ന് സന്തോഷത്തോടെ ഒരൊറ്റ ഹല്ലേലൂയ പറയാമോ? ആമേൻ, 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 ആമേൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പം ദൈവത്തിന് സ്തോത്രം. ആമേൻ. സന്തോഷിക്കേണ്ട സമയത്ത് സന്തോഷിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു അറിയാമോ? തക്ക സമയത്ത് കരയിപ്പിക്കും. മനസ്സിലായോ? മനസ്സിലായോ? സന്തോഷിക്കേണ്ട സമയത്ത് നിന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി തക്ക സമയത്ത് നിന്നെ കരയിപ്പിക്കും. ആ കരച്ചിലിന് മറുപടിയുണ്ട്, ആ കരച്ചിലിന് വിടുതലുണ്ട്, ആ കരച്ചിലിന് ശക്തിയുണ്ട്. ഇനി അതൊന്ന് മോശയുടെ കാര്യത്തിലേക്ക് വന്നേ. പുറപ്പാട് പുസ്തകം ഒന്നുകൂടെ പെട്ടെന്ന് പറഞ്ഞു വായിച്ച്. 2:6 എടുത്ത്. അവൾ അത് തുറന്നാറേ പൈതലിനെ കണ്ടു. കുട്ടി ഇതാ കരയുന്നു. കുട്ടി ഇതാ കരയുന്നു. And when she had opened it, she saw the child, and behold, the baby is wept. Behold, behold, behold. നോക്കാൻ തക്ക സമയത്ത് കരയുന്നു. ഈ കരച്ചിൽ നാശത്തിനല്ല, ഈ കരച്ചിൽ കട്ടത്തിനല്ല, ഈ കരച്ചിൽ വേദനയ്ക്കല്ല, ഈ കരച്ചിൽ ചാകാനല്ല, ഈ കരച്ചിൽ കൊല്ലാനല്ല, ഈ കരച്ചിൽ നിന്നെ വളർത്താൻ. മനസ്സിലായോ? അപ്പൊ ഇപ്പൊ കരയുന്ന എന്തിനാ? എന്തോ പറഞ്ഞേ? സന്തോഷിക്ക. സംശയമില്ലാത്തവർ കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ട്. ഉങ്കൾ ദുഃഖം സന്തോഷമായി മാറും, ഉങ്കൾ കവലകൾ കണ്ണീർ എല്ലാം മറന്നുവിടും. ഉങ്കൾ ദുഃഖം സന്തോഷമായി മാറും, ഉങ്കൾ കവലകൾ കണ്ണീർ എല്ലാം മറന്നുവിടും. കലങ്കാതെ മകനേ, കലങ്കാതെ മകനേ, കലങ്കാതെ മകനേ, കലങ്കാതെ മകനേ. യേശു കൈവിട മാട്ടാ, യേശു കൈവിട മാട്ടാ. കലങ്ങൾ നിനക്ക് നടന്നதை മറന്നു വിട്, നടന്നത് നിനക്ക് നടന്നതോർത്ത് കലങ്ങണം, നടന്നതോർത്ത് കലങ്ങണം. പുതിയത് ചെയ്തിടുവാൻ ഇന്നേ നീ കാണുക, പുതിയത് ചെയ്തിടുവാൻ ഇന്നേ നീ കാണുക, ഇന്നേ നീ കാണുക, ഇന്നേ നീ കാണുക. കലങ്ങിടവേ വേണ്ട, കലങ്ങിടവേ വേണ്ട, കലങ്ങിടവേ വേണ്ട, നീ കലങ്ങിടവേ വേണ്ട. യേശു കൈവിട മാട്ടാ, യേശു കൈവിട മാട്ടാ, യേശു കൈവിട മാട്ടാ, യേശു കൈവിട മാട്ടാ, യേശു കൈവിട മാട്ടാ. നൊറുങ്ങുണ്ട இதயம் കേൾക്കുകയാ, ഉടൈந்த உள்ளம் தாங்குகிறா, நொறுங்குண்ட இதயம் கேட்குகிறா, உடைந்த உள்ளம் தாங்குகிறா. காயங்கள் அனைத்தையும் கட்டுகிறா, கண்ணீர் துடைக்கிறா, காயங்கள் அனைத்தையும் கட்டுகிறா, கண்ணீர் துடைக்கிறா, உன் கண்ணீர்
തനിക്ക് മേലാകെ സ്തുതിക്കപ്പെടാം. ഒരു നാൾ വിടമാട്ടാം. നിന്റെ കഴിവിനപ്പുറത്തായി പരിശോധന വരുവാ. എന്റെ ദൈവം വിട്ടുകൊടുക്കത്തില്ല. ഒരു നാളും വിടമാട്ടാം. താങ്ങിടും ബലം തരുവാൻ. തപ്പിച്ചെല്ല വഴി ചെയ്യും. ഒരു വഴി തുറക്കും, ഒരു വഴി തുറക്കും. താങ്ങിടും ബലം തരുവാൻ. തപ്പിച്ചെല്ല വഴി ചെയ്യുവാൻ. നീ 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 തപ്പിച്ചെല്ല വഴി ചെയ്യുവാൻ. കലകിടവേ വേണ്ട. നീ കലകിടവേ വേണ്ട. കലകിടവേ വേണ്ട. നീ കലകിടവേ വേണ്ട. യേശു കൈവിടമാട്ടാ. യേശു കൈവിടമാട്ടാ. യേശു കൈവിടമാട്ടാ. യേശു കൈവിടമാട്ടാ. കലങ്കാതെ മകനേ, കലങ്കാതെ മകളേ. കലങ്കാതെ മകളേ. കലങ്കാതെ മകളേ. യേശു കൈവിടമാട്ടാ. യേശു കൈവിടമാട്ടാ. യേശു കൈവിടമാട്ടാ. യേശു അതുകൊണ്ട് വിശ്വാസത്തോടെ, വിശ്വാസത്തോടെ ഉങ്ങൾ ദുഃഖം സന്തോഷമായി മാറും. ഉங்கள் കവലകൾ കണ്ണീർ എല്ലാം മറന്നുവിടും. ഉങ്ങൾ ദുഃഖം സന്തോഷമായി മാറും. ഉங்கள் കവലകൾ കണ്ണീർ എല്ലാം മറന്നുവിടും. കലങ്ങാതെ മകനേ. കലങ്ങാതെ മകളേ. കലങ്ങാതെ മകനേ. കലങ്ങാതെ മകളേ. കലങ്കിടവേ വേണ്ട. നീ കലങ്ങിടവേ വേണ്ട. കലങ്ങിടവേ വേണ്ട. നീ കലങ്ങിടവേ വേണ്ട. യേശു കൈവിടമാട്ടാ. യേശു കൈവിടമാട്ടാ. യേശു കൈവിടമാട്ടാ. യേശു കൈവിടമാട്ടാ. Praise Lord. അപ്പം മോശക്കുഞ്ഞ് കുട്ടി ഇതാ കരയുന്നു. ഇവിടെ ഇരുന്നുകൊണ്ട് ആർക്കെങ്കിലും ചൂണ്ടി കാണിക്കാൻ പറ്റും? ഇതാ കരയുന്നു. പ്രൈസ് ഗോഡ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നീ കരയുമ്പോൾ നിന്റെ ഇടത്തും വലത്തും ഇരിക്കുന്നവർ ദേണ്ട കരയുന്നു, ദേണ്ട കരയുന്നു, ദേണ്ടേ കരയുന്നു. പേടിക്കണ്ട. പ്രൈസ് ഗോഡ്. അവരെന്ത് വേണേൽ പറഞ്ഞോട്ടെ, അവർ സന്തോഷമായിട്ട് പറഞ്ഞോട്ടെ. പക്ഷേ നിന്നോട് മനസ്സലിവ് തോന്നുന്ന ഒരുവനുണ്ട്. ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. പരിഹാസങ്ങളുടെ മധ്യേ, നിന്ദകളുടെ മധ്യേ, ആമേൻ ഹല്ലേലൂയ, താത്തിക്കെട്ടാൻ ശ്രമിക്കുന്നതിൻ്റെ മധ്യേ കണ്ണുനീർ തുടയ്ക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം. ആമേൻ. ഈ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞ കർത്താവുദാൻ അവരുടെ കണ്ണുനീരൊക്കെയും തുടച്ചു കളയും. വേദപുസ്തകത്തിലെ സകല വാക്യങ്ങളും കൊണ്ട് ഞാനൊരു കാര്യം പറയാം. അത് ഇപ്പോൾ ഉപയോഗിക്കാനുള്ളതാണ്, നാളെ ഉപയോഗിക്കാം, ഇന്നലെയും ഉപയോഗിക്കാം. കാരണം വചനം സ്ഥിരമാണ്. യേശു ക്രിസ്തു വചനമാണെങ്കിൽ, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണെങ്കിൽ, വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് സഹസ്രാബ്ദ വാഴ്ചയിൽ മാത്രം നടക്കാനുള്ളതല്ല. ഇന്നും കർത്താവുദാൽ നിന്റെ കണ്ണുനീരൊക്കെയും തുടയ്ക്കും, തുടയ്ക്കും, തുടയ്ക്കും. ഇന്ന് പകൽക്കാലം ചിലരുടെ കണ്ണുനീർ തുടയ്ക്കുന്ന യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഈ മോശയ്ക്ക് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എവിടാണ് രക്ഷപ്പെടാൻ സാധിച്ചെന്നറിയാമോ? ഒറ്റ കരച്ചിൽ. കൊട്ട തുറന്നത് പുള്ളി കിടന്ന് ഒറ്റ കരച്ചിൽ. ഈ കരച്ചിൽ കണ്ടപ്പോൾ നമ്മൾ വായിക്കുന്ന ഇങ്ങനെയാണ്: അവൾക്ക് അതിനോട് അലിവ് തോന്നി. എന്നിട്ട് ആർക്കലിവ് തോന്നി? ആർക്കലിവ് തോന്നി?
ഫറവോൻ്റെ പുത്രിക്കൊന്നുമല്ല. എന്നിട്ട് വായിച്ചു നോക്കി. അവന് മേളിട്ട് വായിച്ചേ. ഇപ്പോൾ വായിച്ചതിന് മേളിൽ നിന്ന് എഴുതിക്ക്. അപ്പോൾ ഫറവോന്റെ പുത്രി നദിയിൽ കുളിപ്പാൻ വന്നു. അവളുടെ ദാസിമാർ നദീതീരത്തുകൂടി നടന്നു. അവൾ ഞാങ്ങണയുടെ ഇടയിൽ പെട്ടകം കണ്ടപ്പോൾ അതിനെ എടുത്തുകൊണ്ട് വരുവാൻ ദാസിയെ അയച്ചു. അവൾ അത് തുറന്നാറേ. ആരാ തുറന്നത്? ആരാ കണ്ടത്? ദാസിയാ കണ്ടത്. ഫറവോന്റെ പുത്രിയൊന്നുമല്ല. തെറ്റല്ലേ? വായിച്ചേ. അവൾ അത് തുറന്നാറേ പൈതലിനെ കണ്ടു. കുട്ടി ഇതാ കരയുന്നു. അവൾക്ക് അതിനോട് അലിവ് തോന്നി. അവൾക്ക് അതിനോട് അപ്പൊ ആർക്കാ അലിവ് തോന്നിയത്? ദാസിക്ക. മതി കേട്ടോ. ദൈവം അയച്ച ദാസിക്ക് തോന്നിയാലും മതി. ഞാനൊരു കാര്യം പറയാം. ചില കാര്യങ്ങൾ നടക്കാൻ വേണ്ടി പ്യൂണിന് ദയവ് തോന്നിയാൽ മതി. വേറെ ചില കാര്യങ്ങൾ നടക്കാനായിട്ട് വാച്ച്മാന് ദയവ് തോന്നിയാൽ മതി. വേറെ ചില കാര്യങ്ങൾ നടക്കാനായിട്ട് ആ സ്ഥാപനത്തിലെ ഏറ്റവും ചെറിയവന് നിന്നോട് ദയവ് തോന്നിയാൽ മതി. അവിടെ വച്ച് ദൈവപ്രവൃത്തി ആരംഭിക്കുകയാണ്. അവിടെ വച്ച് ദൈവപ്രവൃത്തി ആരംഭിക്കുകയാണ്. ഇന്ന് പകൽക്കാലം നിന്നോട് ദയവ് തോന്നുന്നത് ആരാണെന്ന് നോക്കല്ലേ. രാജാവിൻ്റെ ദയ വേണ്ട, മന്ത്രിയുടെ ദയ വേണ്ട, വലിയവൻ്റെ ദയ വേണ്ട, ഉന്നതന്മാരുടെ ദയവ് വേണ്ട. നിന്നോട് മനസ്സലിയുവാൻ ഒരു പാവപ്പെട്ടവൻ മതി. നിന്റെ വിജയം രക്ഷപ്പെടും. ആമേൻ. ഈ ദാസിക്ക് ദയവ് തോന്നി. പക്ഷേ അവളൊരു പാരയും കൂടെ വെച്ചു. എന്നെ അടുത്ത വായിച്ച്. ഇത് എബ്രായരുടെ പൈതങ്ങളിൽ ഒന്ന് എന്ന് പറഞ്ഞു. മിണ്ടായിരുന്നാൽ മതിയായിരുന്നു. അവൾ ദയവ് തോന്നിയെങ്കിലും സത്യം മറച്ചാൽ തട്ട് കിട്ടും. അതുകൊണ്ട് പറഞ്ഞു ഇത് എബ്രായരുടെ പൈതങ്ങളിൽ ഒന്ന് എന്ന് പറഞ്ഞ അർത്ഥം എന്നറിയാമോ? അല്ലയോ മഹാരാജ്ഞിയെ, അല്ലയോ രാജകുമാരിയെ, പ്രൈസ് ഗോഡ്, എനിക്ക് ദയവൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ ഇത് വളർത്താൻ കൊള്ളാവുന്ന സാധനമല്ല. നിയമമനുസരിച്ച് ഇതിനെ പ്രൈസലോ. അപ്പം ഈ ഫറവോൻ്റെ പുത്രി വെള്ളത്തിലോട്ട് തട്ടിയേര് എന്ന് പറഞ്ഞാൽ റൂളെന്നാ, ജനിക്കുന്ന ആൺകുഞ്ഞിനെ എല്ലാത്തിനെയും നദിയിൽ ഇട്ട് കളയണം. പ്രൈസ് ഗോഡ്. അപ്പോൾ ഫറവോൻ്റെ പുത്രി പറയുകയാണ്, എടി അങ്ങോട്ട് തട്ടിയേരെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഞാങ്ങണപ്പടത്തിൽ നിന്ന് തൂക്കിയെടുത്ത് ചില പൂച്ച എടുക്കുന്ന പോലെ എടുത്തിട്ട് അങ്ങോട്ട് ഇടണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പക്ഷേ സാരമില്ലടി, ഇങ്ങ് കൊണ്ടുപോര് എന്ന് പറഞ്ഞാൽ കൊണ്ടുപോരാ. ഇവളുടെ മനസ്സിൽ അതായിരുന്നു ചിന്തിച്ചത് ആയിരിക്കും. പ്രൈസ് ഗോഡ്. ഇതാ എബ്രായരുടെ പൈതങ്ങളിൽ ഒന്ന്. അടുത്ത വാക്യം. അവന്റെ പെങ്ങൾ ഫറവോന്റെ പുത്രിയോട്, ഈ പൈതലിന് മുല കൊടുക്കേണ്ടതിന് ഒരു എബ്രായ സ്ത്രീയെ. വായിച്ചു നിർത്തിയോന്നാണ് വായിക്കുന്നത്. ഓക്കെ. ഒരു എബ്രായ സ്ത്രീയെ ഞാൻ ചെന്ന് വിളിച്ചുകൊണ്ട് വരണമോ എന്ന് ചോദിച്ചു. മുല കൊടുക്കേണ്ടതിനെ ഒരു എബ്രായ സ്ത്രീയെ ഞാൻ ചെന്ന് വിളിച്ചുകൊണ്ട് വന്നോട്ടെ. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, ഇതാ നല്ലവൻ്റെ ലക്ഷണം. പ്യൂണായാൽ തന്നെ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ശരിയാ, ഞാൻ വായിക്കാൻ വരുന്നേ ഉള്ളൂ. പ്രാർത്ഥിക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്. തങ്കിച്ചാമരത് പ്രാർത്ഥിച്ചില്ല, സങ്കീർത്തനം വായിച്ചില്ലെന്നാണ് പറയുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇത് വായിക്കണമെങ്കിൽ ഒന്ന് ശരിയായി വരട്ടെ എന്നോർത്താ. പ്രൈസ്. ഇതാ എബ്രായരുടെ പൈതങ്ങളിൽ ഒന്ന്. ദൈവത്തിന് സ്തോത്രം. ഓർപ്പിച്ചത് നന്ദി നമിച്ചത്. അങ്ങനെ ശരിയാ. പ്രൈസ് ഗോഡ്. എബ്രായരുടെ പൈതങ്ങളിൽ ഒന്ന്. ഞാനിതിനെ മുല കൊടുത്ത് കൊണ്ടുപോയി വളർത്തിക്കോട്ടെ. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, ഹല്ലേലൂയ. അടുത്ത വായിച്ച്. ഫറവോന്റെ പുത്രി അവളോട് ചെന്ന് മതി. ഫറവോന്റെ പുത്രി പറഞ്ഞു സമ്മതിച്ചു, ചെല്ല്. കാര്യം മാറിയോ? പിന്നെ അങ്ങോട്ട് മോശയുടെ രംഗം അങ്ങ് മാറിയോ? മോശയ്ക്കൊരു കാര്യം മനസ്സിലായി. അന്ന് കരഞ്ഞതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇന്ന് കരയുന്നത് കൊണ്ട് നീ രക്ഷപ്പെടാൻ പോകുകയാണ്. ഇപ്പോൾ കരയുന്നത് കൊണ്ട് നീ രക്ഷപ്പെടാൻ പോകുകയാണ്. ഇപ്പോൾ കരയുന്നത് കൊണ്ട് നീ രക്ഷപ്പെടാൻ പോകുകയാണ്. ആമേൻ. പ്രൈസ് ഗോഡ്. ഇതേ മോശ 40 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഓടി, കരഞ്ഞോണ്ട് ഓടി. അതേ മോശ വീണ്ടും ഒരു 40 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ചെങ്കടലിൻ്റെ തീരത്ത് നിന്ന് കരയുക. എന്തിനാണെന്നറിയാമോ? മോശയുടെ കരച്ചിൽ കടലെ ഉപായിക്കുന്നത് കാണാൻ, അങ്ങനെ കണ്ട് സന്തോഷിക്കാൻ, അന്ന് വരെ നടക്കാത്ത അത്ഭുതം നടക്കുന്നത് കാണാൻ. ഇന്ന് പകൽക്കാലം നീ കരയുന്നത് വെറുതെയല്ല. ഇന്ന് വരെ നടക്കാത്ത ചിലത് കാണത്തക്കവണ്ണം ദൈവകൃപ നിനക്ക് വേണ്ടി വ്യാപരിച്ചെങ്കിൽ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. തമ്മിച്ച ഞാൻ ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് സങ്കീർത്തനത്തിൽ കയറാമെന്ന് വിചാരിച്ച. സങ്കീർത്തനത്തിൻ്റെ മെയിൻ ടോപ്പിക്കാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇനി 55-ാം സങ്കീർത്തനം നമ്മൾ വായിക്കാൻ പോകുകയാണ്. അതിനു മുമ്പ്
പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിങ്ങളെ വിളിക്കാൻ പോകുകയാണ്. മനസ്സിലായല്ലോ? പ്രാർത്ഥിക്കാൻ വരുന്നവരും ചുമ്മാ ഇനി ഇന്ന് ആരാധനയാണ്, അനുഗ്രഹിക്കണേ, തീയിറങ്ങണേ എന്നൊന്നും പറയുന്നില്ല. വേണ്ട, കർത്താവേ ഞങ്ങളുടെ കരച്ചിലൊന്ന് സന്തോഷമാക്കണം, അതായിരിക്കണം പ്രാർത്ഥന വിഷയം. വെറുതെ ഇവരെ വായിലത്ത് തോന്നി ഒന്നും വിളിച്ചു വന്ന് പ്രാർത്ഥിക്കില്ല. പ്രൈസ് ഗോഡ്. ഇത്രയും കാര്യം പറഞ്ഞു തന്നത് മര്യാദക്ക് പ്രാർത്ഥിക്കാനാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആമേൻ. എൽദോ, പ്രിൻസ് രണ്ടുപേര് വന്ന് പ്രാർത്ഥിച്ചോട്ടെ. പ്രാർത്ഥിക്കാം. സുരക്ഷനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ ബലമുള്ള കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു കർത്താവേ. ഇന്ന് ദൈവമേ ഹല്ലേലൂയ, ഈ പകൽക്കാലം ദൈവമേ സഭയായ ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ കടന്നു വന്നത് കർത്താവെ അങ്ങയെ ആരാധിച്ച് മഹത്വപ്പെടുത്തി കർത്താവെ അങ്ങയുടെ നന്മകളെ അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ തക്കോണം ഞങ്ങളെ കൂട്ടിവരുത്തി അങ്ങയുടെ കൃപകൾക്കായി നന്ദി കർത്താവേ. അങ്ങ് ഞങ്ങൾക്ക് നൽകി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി കർത്താവേ. കർത്താവെ ഹല്ലേലൂയ, അങ്ങയെ അപ്പാ പിതാവേ എന്ന് വിളിക്കുവാൻ തക്കവണ്ണം അങ്ങയുടെ പുത്രൻ്റെ ആത്മാവിനാൽ ഞങ്ങളെ ശക്തീകരിച്ച അങ്ങയുടെ കൃപകൾക്കായി നന്ദി കർത്താവേ. ഹല്ലേലൂയ, അങ്ങിൽ വസിക്കുവാൻ കർത്താവെ, അങ്ങിലായിരിക്കാൻ തക്കവണ്ണം ഞങ്ങളുടെ ജീവിതത്തെ കർത്താവെ ക്രിസ്തുയേശുവിലാക്കി വെച്ച അങ്ങയുടെ കൃപകൾക്കായി നന്ദി കർത്താവേ. നിലനിൽക്കുന്ന ഒരനുഭവത്തിലൂടെ മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. ഇന്ന് ആരാധനയ്ക്ക് കടന്നു വന്ന ഓരോ ജീവിതങ്ങളെയും അങ്ങ് അനുഗ്രഹിക്കണമേ കർത്താവേ. അങ്ങയുടെ കൃപയാൽ കർത്താവെ അങ്ങയുടെ ജീവൻ അവർക്ക് മനസ്സിലാകത്തക്കവണ്ണം കർത്താവെ അങ്ങിലിരിക്കുവാൻ തക്കവണ്ണം ക്രിസ്തുയേശുവിൽ അവരെ ആക്കി വെച്ചിരിക്കുന്നുവെന്ന് കർത്താവെ അവർക്കൊരു ബോധ്യം ലഭിക്കത്തക്കവണ്ണം ദൈവം അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരെല്ലാ വേദനകളെയും ദുഃഖങ്ങളെയും പ്രയാസങ്ങളെയും കർത്താവ് അവരുടെ എല്ലാ പാപങ്ങളെയും കർത്താവെ ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നുവെന്ന് കർത്താവെ മനസ്സിലാക്കത്തക്കവണ്ണം അവരെ ഹൃദയ കണ്ണുകളെ ദൈവം തുറക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങയുടെ ദിവ്യ സാന്നിധ്യത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ കർത്താവെ. ദൈവദാസനെ ബലപ്പെടുത്തണമേ. ദൈവവചനം ഏറ്റവും അനുഗ്രഹമായി ഘോഷിക്കുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രാർത്ഥന കേട്ടനായ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വീണ്ടും പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ വിശുദ്ധ പകൽക്കാലത്തിനായി വീണ്ടും ഞങ്ങൾ തന്നെ സ്തുതിച്ചു സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഞങ്ങളെ വിലാപത്തെ നൃത്തമാക്കി തീർക്കുന്നവൻ, ഞങ്ങളെ രട്ടഴിച്ച് ഞങ്ങളെ സന്തോഷം എടുപ്പിക്കുവാറാക്കി തീർത്തവനെ, ഈ വിശുദ്ധ പകൽക്കാലത്തിലും യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് കർത്താവേ നിന്റെ സന്നിധിയിൽ വന്ന് പറയുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ ഒരു ദിവസം കൂടി ഒരുക്കി തന്ന വിലയേറിയ ദിവസത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഇന്ന് രാത്രി പകൽക്കാല കർത്താവെ നിന്റെ കൃപയാൽ കർത്താവെ നിന്റെ സന്നിധിയിൽ അടുത്തു വരുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിച്ച വലിയ കൃപയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവെ. മോശയുടെ കർത്താവെ നിലവിളി കേട്ട് കർത്താവെ ഹല്ലേലൂയ, ഓ കർത്താവെ മനസ്സലിഞ്ഞ കർത്താവെ ദൈവകൃപ ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ മേൽ നീ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇന്ന് പകൽക്കാലം കടന്നു വന്ന ഓരോ ജീവിതങ്ങളെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവെ. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, എന്നിൽ ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിൽ വിശ്വസിപ്പിൻ വാക്തത്വ ദൈവ കർത്താവെ. ഇന്ന് പകൽക്കാലം നിന്റെ മാധുര്യമേറെ ശബ്ദം ഞങ്ങളുടെ മേൽ കേൾപ്പിച്ച ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഓ ഞങ്ങളെ പ്രാണനെ അമേൻ മരണത്തിൽ നിന്ന്, ഞങ്ങളെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, ഞങ്ങളെ കാലിലെ വീഴ്ചയിൽ നിന്ന് വിടുവിച്ച ദൈവം ഇന്നും ജീവിച്ചിരിക്കുന്നു. ഞങ്ങളെ കർത്താവെ ഹല്ലേലൂയ ഉയർത്തുവാൻ ബലമുള്ള കരത്തിൽ ഞങ്ങളെ ശക്തീകരിപ്പാൻ കർത്താവെ ഇന്ന് നിന്റെ കൃപ കൂടിയിരിക്കുന്ന കൃപയ്ക്കായി ഞങ്ങൾ നിന്നെ ഒരിക്കൽ കൂടി സ്തുതിച്ച് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. നിന്റെ കരങ്ങളിലേക്ക് ഇന്ന് രാത്രി പകൽക്കാലം സമർപ്പിക്കുന്നു. ഇന്ന് കടന്നുന്ന ഓരോ ജീവിതങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സങ്കടപ്പെട്ട് നിരാശരായി പ്രത്യാശയില്ലാതെ ആയിരിക്കുന്ന ഓരോ ജീവിതങ്ങളെ യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ പേടിക്കും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ ഭയപ്പെടും? കർത്താവെ ഇന്ന് പകൽക്കാലം ഒരു ഉറപ്പുള്ള ബലമുള്ള ഹൃദയത്തോടെ കടന്നു പോകാൻ നിന്റെ ഓരോ ജീവിതങ്ങളെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം തിരുവചനം കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ കൃപയും ചൈതന്യവും ബലവും പ്രാപിച്ച് കടന്നു പോകാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല ശുശ്രൂഷത്തിന്റെ കൃപ കൂടിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തകർക്കുമെന്ന് ശത്രു വാദിച്ചപ്പോഴും ഹല്ലേലൂയ ഉയർത്തില്ലെന്ന് കർത്താവെ ഭീതി മുഴക്കിയപ്പോഴും പ്രവൃത്തിയിൽ വലിയൊരു ദൈവം ഞങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ നാൾ പ്രവർത്തിച്ച ദൈവം ഇന്നും കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് ഞങ്ങളെ സന്തോഷത്തോടെ ജയത്തോടെ ഉല്ലാസത്തോടെ അയക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. സകല ശുശ്രൂഷ ഒരിക്കൽ കൂടി നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ആദ്യം ഉടനെ കൃപ വ്യാപരിക്കണമേ. ഇതുപോൽക്കാലം പുതിയതായി കടന്നു വന്നതിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരു പുതിയ ബലത്തോടെ പുതിയ ശക്തിയോടെ കടന്നു പോകാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നാന ശുശ്രൂഷ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുവത്താഴത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സകലതും ഏറ്റവും ശ്രേഷ്ഠമായി അനുഗ്രഹമാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പിതാവേ. സങ്കീർത്തനം 55 കർത്താവദാസൻ സുരേഷ്, സ്നേഹ ഇവർ ചേർന്ന് വായിക്കുമ്പോൾ നമുക്ക് അവരോട് ചേർന്ന് വായിച്ച് നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. Praise the Lord.
സങ്കീർത്തനം 55 നമുക്ക് 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വാക്യപ്രതി വാക്യമായി വായിക്കുകയും 22, 23 വാക്യങ്ങൾ ഒരുമിച്ച് വായിക്കുകയും ചെയ്യാം. സംഗീത പ്രമാണിക്ക് തന്ത്രിനാദത്തോടെ ദാവീദിൻ്റെ ഒരു ധ്യാനം. ദൈവമേ, എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ, എൻ്റെ യാചനക്ക് മറഞ്ഞിരിക്കരുതേ. എനിക്ക് ചെവി തന്ന് ഉത്തരമരുളണമേ. ശത്രുവിൻ്റെ ആരവ നിമിത്തവും ദുഷ്ടൻ്റെ പീഡ നിമിത്തവും ഞാൻ എൻ്റെ സങ്കടത്തിൽ പൊറുതിയില്ലാതെ ഞരങ്ങുന്നു. അവർ എൻ്റെ മേൽ നീതികേട് ചുമത്തുന്നു, കോപത്തോടെ എന്നെ ഉപദ്രവിക്കുന്നു. എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു, മരണഭീതിയും എൻ്റെ മേൽ വീണിരിക്കുന്നു. ഭയവും വിറയലും എന്നെ പിടിച്ചിരിക്കുന്നു, പരിഭ്രമം എന്നെ മൂടിയിരിക്കുന്നു. പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ എന്നാൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അതെ, ഞാൻ ദൂരത്ത് സഞ്ചരിച്ച് മരുഭൂമിയിൽ പാർക്കുമായിരുന്നു. കൊടുങ്കാറ്റിൽ നിന്നും പെരുങ്കാറ്റിൽ നിന്നും ബന്ധപ്പെട്ട് ഞാൻ ഒരു സങ്കേതത്തിലേക്ക് ഓടിപ്പോകുമായിരുന്നു. കർത്താവെ, സംഹരിച്ചവരുടെ നാവുകളെ ചീന്തിക്കളയണമേ. ഞാൻ നഗരത്തിൽ അതിക്രമവും കലഹവും കണ്ടിരിക്കുന്നു. രാവും പകലും അവർ അതിൻ്റെ മതിലുകളിന്മേൽ ചുറ്റി സഞ്ചരിക്കുന്നു. നീതികേടും കഷ്ടവും അതിൻ്റെ അകത്തുണ്ട്. ദുഷ്ടത അതിൻ്റെ നടുവിലുണ്ട്, ചതിവും വഞ്ചനയും അതിൻ്റെ വീഥികളെ വിട്ടുമാറുന്നതുമില്ല. എന്നെ നിന്ദിച്ചത് ഒരു ശത്രുവല്ല, അങ്ങനെയെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു. എൻ്റെ നേരെ വമ്പ് പറഞ്ഞത് എന്നെ പകയ്ക്കുന്നവനല്ല, അങ്ങനെയെങ്കിൽ ഞാൻ മറഞ്ഞുകൊള്ളുമായിരുന്നു. നീയോ എന്നോട് സമനായ മനുഷ്യനും എൻ്റെ സഖിയും എൻ്റെ പ്രാണസ്നേഹിതനുമായിരുന്നു. നാം തമ്മിൽ മധുര സമ്പർക്കം ചെയ്തു പുരുഷാരവുമായി ദേവാലയത്തിലേക്ക് പോയല്ലോ. മരണം പെട്ടെന്നവരെ പിടിക്കട്ടെ, അവർ ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങട്ടെ. ദുഷ്ടത അവരുടെ വാസസ്ഥലത്തും അവരുടെ ഉള്ളിലുമുണ്ട്. ഞാനോ ദൈവത്തെ വിളിച്ചപേക്ഷിക്കും, യഹോവ എന്നെ രക്ഷിക്കും. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും. അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. എന്നോട് കയർത്തു നിന്നവർ അനേകരായിരിക്കെ ആരും എന്നോട് അടുക്കാതെ വണ്ണം അവൻ എൻ്റെ പ്രാണനെ വീണ്ടെടുത്ത് സമാധാനത്തിലാക്കി. ദൈവം കേട്ട് അവർക്ക് ഉത്തരം അരുളും. പുരാതനമേ, സിംഹാസനായവൻ തന്നെ. അവർക്ക് മാനസാന്തരമില്ല, അവർ ദൈവത്തെ ഭയപ്പെടുന്നതുമില്ല. തന്നോട് സമാധാനമായിരിക്കുന്നവരെ കയ്യേറ്റം ചെയ്ത് തൻ്റെ സഖ്യത അവൻ ലംഘിച്ചുമിരിക്കുന്നു. അവൻ്റെ വായു വെണ്ണ പോലെ മൃദുവായത്, ഹൃദയത്തിലോ യുദ്ധമത്രേ. അവൻ്റെ വാക്കുകൾ എന്നേക്കാൾ മയമുള്ളവ, എങ്കിലും അവ ഊരിയ വാളുകളായിരുന്നു. ഒരുമിച്ച് വായിക്കാം. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. ദൈവമേ, നീ അവരെ നാശത്തിൻ്റെ കുഴിയിലേക്ക് ഇറക്കും. രക്തപ്രിയവും വഞ്ചനയുമുള്ളവർ ആയുസ്സിൻ്റെ പകുതിയോളം ജീവിക്കുകയില്ല. ഞാനോ നിന്നിൽ ആശ്രയിക്കും. ജീവനുള്ളവരുടെ ദേശത്തായിരിക്കുന്ന നാം നമ്മുടെ ജീവനുള്ള ദൈവത്തെ ജീവനുള്ളവരെ പോലെ 3 തവണ ഉച്ചത്തിൽ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേ. പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, കർത്താവേ, നല്ല കർത്തൃ ദിവസത്തിനായി ഞങ്ങൾ അങ്ങേ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കണ്ണിനെ കണ്ണീരിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും പ്രാണന മരണത്തിൽ നിന്നും കാത്തുരക്ഷിച്ച് പരിപാലിച്ച് അനുഗ്രഹിച്ച് ആശീർവദിച്ച് നടത്തിയ വിധങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഹൃദയത്തിൽ ദിനംതോറും അംഗം കുറിക്കുകയും നാക്കിനാലും വാക്കിനാലും സ്നേഹം നടിക്കുകയും ചെയ്യുന്ന അഹിത്തോഫേൽ പോലുള്ള ശക്തികളെ, അഹിത്തോഫേൽ പോലുള്ള ആലോചനകളെ കർത്താവേ, ഞങ്ങൾക്ക് നേരെ കർത്താവേ ആയുധങ്ങളും അവരുടെ സകല ശക്തികളും എടുത്തു വരുമ്പോൾ കർത്താവേ, ഞങ്ങളെ മാനസികവും ശാരീരികവും ആത്മീയവും ഭൗതികമായ രീതിയിൽ തള്ളിയിട്ട് കെണിയിൽപ്പെടുത്തി നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ കർത്താവേ, ഇസ്രായേൽ മക്കളുടെ പിന്നാലെ അവരെ നശിപ്പിക്കുവാൻ ചെന്ന മിസ്രൈം സൈന്യത്തെ പോലെ മിസ്രൈം സൈന്യത്തിൻ്റെ വിശേഷരഥങ്ങളും ആയുധങ്ങളടക്കം അവരെ കടലിൻ്റെ നടുവിൽ തള്ളിയിട്ട് നശിപ്പിച്ച ദൈവമേ കർത്താവേ, ഞങ്ങളുടെ ആരാധന മധ്യത്തിൽ കർത്താവേ, കടലിൽ തള്ളിയിട്ട് ഇസ്രായേൽ മക്കളെ നശിപ്പിക്കാൻ വന്ന മിസ്രൈം സൈന്യത്തെ നശിപ്പിച്ച പോലെ കർത്താവേ, ഞങ്ങളുടെ നിലവിളികൾ കണ്ടുകൊണ്ട് കർത്താവേ, മോശയുടെ നിലവിളി പോലെ, അന്ന നിലവിളിച്ചു കരഞ്ഞതുപോലെ, എസെക്കിയാവ് നിലവിളിച്ചു കരഞ്ഞപ്പോൾ വിടുതൽ പ്രാപിച്ച പോലെ കർത്താവേ, ഇന്ന് ഞങ്ങളുടെ മാനസികവും ശാരീരികവും ആത്മീയവും ഭൗതികമായ വിഷയങ്ങളുടെ പുറത്ത് വിടുതൽ തന്ന്
അനുഗ്രഹിക്കുമാറാവണേ, ഞങ്ങളെ പുറപ്പെടുവിക്കുമാറാകണേ കർത്താവേ. അഹിത്തോഫിലിൻ്റെ ആലോചന വൃഥാവാക്കിയ ദൈവമേ, ഇന്ന് ഞങ്ങൾക്കെതിരെയും ഞങ്ങളുടെ കുടുംബങ്ങൾക്കെതിരെയും ഞങ്ങളുടെ സഭക്കെതിരെയുമുള്ള എല്ലാ ദുഷ്ട ആലോചനകളും കർത്താവേ, ഇന്ന് ഞങ്ങളുടെ കരച്ചിലിന് മുമ്പിൽ കർത്താവേ, നിന്നെ നോക്കി നിന്നെ മാത്രം നോക്കിയുള്ള ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ നുറങ്ങുന്ന കരച്ചിലിന് മുമ്പിൽ അവിടെ നിന്ന് വിടുവിച്ച് അനുഗ്രഹിക്കുമാറാകണേ കർത്താവേ. വിദേശത്ത് ശുശ്രൂഷ തികച്ച് കർത്താവെ സന്തോഷത്തോടും സമാധാനത്തോടും ഞങ്ങളുടെ കർത്തൃദാസനെ തിരിച്ചു കൊണ്ടുവന്നാൽ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഇത് ശുശ്രൂഷിക്കുന്ന എല്ലാവരെയും കരങ്ങളെ ബലപ്പെടുത്തുമാറാകണേ കർത്താവേ. ഇന്നത്തെ ആരാധന ഞങ്ങൾക്ക് വലിയ സന്തോഷവും ആനന്ദമാക്കി തരുമാറാകണമേ. എല്ലാ മാനവും മഹത്വവും തമ്പുരാനും മാത്രം എല്ലാം ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശു രക്ഷകന്റെ നാമത്തിൽ ഏറ്റവും താഴ്മയോടെ അപേക്ഷിക്കുന്നു സ്വർഗ്ഗീയ പിതാവേ, കൃപ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. വേദവസം താഴ്ത്തു വയ്ക്കാം. നമ്മുടെ കർത്താവിനെ നമുക്കൊന്നുകൂടെ ആരാധിക്കാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ, ദൈവമേ നീ മാത്രം യോഗ്യനാരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ എന്നും നീ യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ എന്നും നീ യോഗ്യനാ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ, ദൈവമേ നീ മാത്രം യോഗ്യനാരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ എന്നും നീ യോഗ്യനാ. വീശി ആരാധിക്കാം. എല്ലാവരും കരം വീശി ആരാധിച്ചാട്ടോ. ദൈവപിതാവേ എന്നോടെ താതൻ നീ, ദൂതന്മാർ രാപകൽ വാഴ്ത്തിടുന്നു, നന്ദിയാ വണങ്ങും തിരുമുൻപിലും നേരം എന്നുമെന്നും നീ ആരാധ്യനാ. നന്ദിയാൽ വണങ്ങും തിരുമുൻപിലും നേരം എന്നുമെന്നും നീ ആരാധ്യനാ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ, ദൈവമേ നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ എന്നും നീ യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ എന്നും നീ യോഗ്യനാ. ഹല്ലേലൂയ. കരങ്ങളെ വീശി ആരാധിക്കാം. ഹല്ലേലൂയ.
പരിശുദ്ധൻ നീ എന്നും സ്തുത്യൻ. ദൈവമേ നീ മാത്രം യോഗ്യനാ. ആരാധനയിൽ സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ എന്നും നീ യോഗ്യനാ. ആരാധനയിൽ സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ എന്നും നീ യോഗ്യനാ. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പാവനാത്മാവേ ആശ്വാസപ്രദനേ ദൂതന്മാരാപകൽ വാഴ്ത്തിടുന്നു. നന്ദിയാൽ വണങ്ങും തിരുമുൻപിലിന്നേരം എന്നുമെന്നും നീ ആരാധനായി. നന്ദിയാൽ വണങ്ങും തിരുമുൻപിലിന്നേരം എന്നുമെന്നും നീ ആരാധനാ. നീ പരിശുദ്ധൻ നീ എന്നും സ്തുത്യൻ. ദൈവമേ നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ എന്നും നീ യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാൻ എന്നും നീ യോഗ്യനാ. ഹല്ലേലൂയാ. 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 പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവർക്കും ഇരിക്കാം. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ